2 വയസ്സുകാരിയുടെ മരണത്തിൽ അടിപിടി ദുരൂഹത ആരോപിക്കുകയാണ് നാട്ടുകാർ. കുട്ടിയുടെ മാതാപിതാക്കളെയും അമ്മുമ്മയെയും അമ്മാവനെയും ചോദ്യം ചെയ്തിട്ടും വ്യക്തമായ മറുപടി പോലീസിന് നൽകുന്നില്ല. പരസ്പര വിരുദ്ധമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. പോലീസിനെ കുഴപ്പിക്കുന്ന തരത്തിലാണ് വീട്ടുകാരുടെ പെരുമാറ്റവും. വെളുപ്പിലെ 2 മണി മുതലാണ് കൊച്ചിനെ കാണാതായത്. അപ്പോൾ ഇന്നൊരു മരണാനന്തര ചടങ്ങ് 16 നടക്കേണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൊച്ചിന്റെ അച്ഛൻ ഇന്നലെ എത്തിച്ചേർന്നു. അപ്പോൾ കൊച്ചിന്റെ അച്ഛനടുത്ത് കുട്ടി കിടന്നു എന്നാണ് പറയുന്നത്. അമ്മ രാവിലെ ബാത്റൂമിൽ എണീറ്റ് പോയപ്പോഴത്തേക്ക് കൊച്ചിനടുത്ത് അച്ഛൻ്റെ അടുത്ത് കിടത്തിയിട്ട് ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ അവരൊന്നും അറിയാൻ കഴിഞ്ഞത് കൊച്ചിങ്ങനെ കരയുന്ന ശബ്ദം കേട്ടു. മൂത്ത കുട്ടിയെ വിളിച്ചു. അതിനുശേഷം ഉടനെ കുട്ടിയുടെ ശബ്ദം കേൾക്കാനില്ലായിരുന്നു. അതിനുശേഷമാണ് ഈ വിഷയം പുറം ലോകം അറിയുന്നത്. ഇന്ന് വെളുപ്പിലെയാണ് നാട്ടുകാരറിയുന്നത്. വെളുപ്പിലെ 7 മണിയോടുകൂടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടിക്ക് കുടുംബപരമായി സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇത് വ്യക്തമായി നമുക്ക് അറിയാൻ സാധിക്കൂ. അപ്പോൾ കുട്ടി 2.5 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ ഒരു രീതിയിൽ ആത്മഹത്യാ പ്രവണത കാണിക്കുമെന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇതിനകത്ത് ദുരൂഹതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. കുട്ടിയുടെ അമ്മാവനെ പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻക്വസ്റ്റ് നടപടി ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഇൻക്വസ്റ്റ് തുടങ്ങിയ ശേഷം മാത്രമേ കുട്ടിയുടെ അകത്ത് മുറിപ്പാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും. വീട്ടില് കുട്ടിയുടെ അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, അതോടൊപ്പം തന്നെ കുട്ടിയുടെ അമ്മാവനുണ്ട്. അച്ഛൻ അടുത്തല്ല. അച്ഛൻ പിണങ്ങി അല്പം ദൂരെ കഴിയുകയാണ്. അച്ഛൻ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു 16 ചടങ്ങ് നടക്കുകയാണ്. മരണവുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങിന് അച്ഛൻ എത്തിച്ചേർന്നതാണ്. അച്ഛൻ ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത്. പാറശാല ആ ഭാഗത്ത് ഇവിടെ ഒരു ഷോപ്പിൽ നിൽക്കുകയാണ്. കുട്ടിയെ കാണാനില്ല 2 മണിക്ക് ശേഷമാണ് കുട്ടിയെ കാണാനില്ലെന്നൊരു അറിവ് അവര് പറയുന്നത്. വീട്ടുകാർ പറയുന്നത് അങ്ങനെയാണ്. 2 മണിക്ക് ശേഷമാണ് കൊച്ചിനെ കാണാൻ കഴിയാതെ പോയെന്നാണ് അവർ പറയുന്നത്. പോലീസ് രാവിലെയാണ് പരാതി കൊടുത്ത്. പോലീസ് അടിയന്തരമായി എത്തി. ഫയർഫോഴ്സ് എത്തി. അവിടെ DSP ഇങ്ങനെ ഒരു സംശയം പറഞ്ഞ കെട്ടിൽ നോക്കാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് കിണറ്റിലേക്ക് പോയത്. അപ്പൊ ഈ ചുറ്റുപാടും CCTV ഒക്കെ പരിശോധിച്ചു. CCTV വർക്കാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ വീട് മൊത്തം പരിശോധിച്ചതിന് ശേഷം കിണറ്റിൽ ഉണ്ടാകുന്ന സംശയത്തിന്റെ പേരിലാണ് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി അന്വേഷണം നടത്തിയത്. ഈ വീടിനകത്ത് തീ കത്തിയതായിട്ട് അറിയപ്പെടും. അതൊരു തുണി കൂട്ടിയിട്ട് തീ കത്തിച്ചു എന്നാണ് പറയുന്നത്. മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചതാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ വ്യക്തതയൊന്നും അറിയില്ല. ബാക്കിയുള്ള ഞാൻ ബാലാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്